പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. നമുക്ക് കാണുവാൻ സാധിക്കും, ഈശോ തൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. തുടർന്ന് പറയാണ്, ബന്ധിതർക്ക് മോചനം. ബന്ധിതർക്ക് മോചനം. പ്രിയ സഹോദരങ്ങളെ, എന്താണ് ശരിക്കും ഈ ബന്ധിതർക്ക് മോചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? പലതരത്തിലുള്ള ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പലതരത്തിലുള്ള ബന്ധനമുണ്ട്. ഇന്ന് ചിലരൊക്കെ ഇങ്ങനെ ബന്ധനം അഴിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഓടുന്നവരുണ്ട്. പക്ഷെ ഒരു ബന്ധനം അഴിക്കുമ്പോൾ 9 ബന്ധനം അവരെ മുറുകുകയാണെന്നുള്ള വിവരം അവരും അറിയുന്നില്ല. എത്ര വലിയ ബന്ധനമുണ്ടെങ്കിലും ഇവിടെ മനുഷ്യന് ആരുടെയും ബന്ധനം അഴിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യൻ്റെ ബന്ധനത്തെ അഴിച്ചു കൊടുക്കുവാൻ സാധ്യമല്ല. അത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇവിടെ കർത്താവ് പറയാണ്, ബന്ധിതർക്ക് മോചനം കൊടുക്കുവാനായിട്ടാണ് നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. എങ്ങനെയുള്ള ബന്ധനങ്ങളാണ്? തലമുറയിൽ നിന്നും തലമുറകളിലൂടെ കൈമാറി വന്ന ചില പാരമ്പര്യ രോഗങ്ങളുടെ ബന്ധനം, ചില തഴക്കദോഷങ്ങളുടെ ബന്ധനം, ചില ദുശ്ശീലങ്ങളുടെ ബന്ധനം, ചില ദുസ്വഭാവങ്ങളുടെ ബന്ധനം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബന്ധനത്താൽ അടിമപ്പെടുത്തി ബന്ധിച്ചിട്ടിരിക്കുകയാണ് സാത്താൻ. ചിലർക്ക് മദ്യപാനമാകുന്ന ബന്ധനമാകാം. മദ്യത്തിൻ്റെ കയറുകൊണ്ട് പലരെയും ബന്ധിച്ചിട്ടിരിക്കുന്നു സാത്താൻ. കർത്താവ് ബന്ധിച്ചതല്ല കേട്ടോ, സാത്താൻ ബന്ധിച്ചതാണ്. വേറെ ചിലരെ സംബന്ധിച്ച് പുകവലിക്ക് അടിമയായിട്ട് അവർ മദ്യം കഴിക്കത്തില്ലായിരിക്കും, പക്ഷേ പുകവലിക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. പുകയില്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു നിമിഷം പുക വലിക്കാതെ കൊണ്ട് ബീഡി, സിഗരറ്റ് ഇതുപോലെയുള്ള സാധനങ്ങൾ വലിക്കാതിരിക്കാതെ ഒരു രക്ഷയില്ല. അതിനടിമയായി കഴിയുന്നു. വേറെ ചിലർക്ക് ഹാൻസ്, പാൻപരാഗ് പോലെയുള്ള പുകയിലെ ഉൽപ്പന്നങ്ങളായിരിക്കാം, മുറുക്ക്. ചിലരുടെ വായെപ്പോഴും കോളാമ്പി പരുവത്തിലാണ്, മുറുക്കി. എന്നിട്ട് പറയും സുഗന്ധം മുറുക്കാനിട്ട് വായിലിട്ട് ചവയ്ക്കുന്നതെന്നൊക്കെ പറയും. അത് വലിയൊരു ബന്ധനമാണ്. മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ട് അത് വലിയൊരു ബന്ധനമാണ്. ഇന്നത്തെ യുവാക്കൾ, അനേകം യുവാക്കൾ പലതരത്തിലുള്ള മയക്കുമരുന്നുകൾക്ക് അടിമയായി ഇന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നശിക്കുന്ന കുട്ടികളെ ഓർത്ത് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ടുള്ള ദാഹം, ആഗ്രഹം ഇന്ന് സർക്കാരിനുമില്ല. സർക്കാർ പിന്നെ അതിന് മൗനം അവലംബിച്ചു കൊടുത്തേക്കാണല്ലോ വിൽക്കാൻ വേണ്ടിയിട്ട്. മറ്റ് സഭയുടെ നേതൃത്വം പോലും അതിന് ശരിയായിട്ടുള്ളൊരു പ്രവർത്തനവുമായിട്ട് രംഗത്തേക്ക് വരുന്നില്ല. സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ അതില്ല. സാമൂഹ്യമായ പശ്ചാത്തലത്തിലാണല്ലോ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും സഭയെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ആരും ചിന്തിക്കരുത്. അപ്പോൾ ഇങ്ങനെ യുവാക്കളെന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള ബന്ധനങ്ങൾ, അവിഹിത വേഴ്ചകളാകുന്ന ബന്ധനങ്ങൾ, തെറ്റായ സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടുള്ള ജീവിതമാകുന്ന ബന്ധനങ്ങൾ, ക്രിസ്ത്യാനിയുമായിട്ടുള്ള ബന്ധം വേറെ പലരുടെയും പിന്നാലെയാണ് പോകുന്നത്. എന്നിട്ട് പറയും മിശ്രവിവാഹം നല്ലതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കും, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇസഹാക്കിന് പ്രായമേറെയായി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അബ്രാഹം
ആ അബ്രാഹത്തിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യസ്ഥനെ വിളിച്ച്, ഉൽപ്പത്തിയുടെ പുസ്തകം 25 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ആ കാര്യസ്ഥനെ വിളിച്ചു പറയണം, നിന്റെ കൈ എൻ്റെ തുടയുടെ അടിയിൽ കൊണ്ടുവന്ന് വയ്ക്കുക, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥൻ്റെ നാമത്തിൽ നീ സത്യം ചെയ്യുക, എൻ്റെ മകൻ ഇസഹാക്കിന് എൻ്റെ നാട്ടിലേക്ക് പോയി എൻ്റെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നും ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം. ആ നാട്ടിലുള്ള കനാന്യകമാരുടെ പെൺകുട്ടികളിൽ നിന്ന് ഒരിക്കലും അവന് വിവാഹം ആലോചിക്കരുത്. കണ്ടോ, അപ്പം ആ നാട്ടിലുള്ള കനാന്യകമാരുടെ സ്ത്രീയല്ലേ? ഇതൊന്നും ദൈവം അനുവദിച്ചിട്ടില്ല. ഇന്ന് പലപ്പോഴും സഭയിലുള്ള പല മക്കളും ദൈവം അനുവദിക്കാത്ത ചില തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് ഒരു പൈശാചിക ശക്തി ബന്ധിച്ചിട്ടിരിക്കുന്നതാണ്. ആ ബന്ധനത്തിൽ നിന്നും മോചനം പ്രാപിക്കുമ്പോൾ മാത്രമേ ആ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ ബന്ധിക്കപ്പെട്ട അവസ്ഥ, ചില തെറ്റായ ബന്ധങ്ങൾ പ്രേമബന്ധങ്ങളാകാം. യെശയ്യായുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം, തൻ്റേതല്ലാത്ത ചില പദ്ധതി നടപ്പാക്കിക്കൊണ്ടുപോകുന്ന, ദൈവിക പദ്ധതിയോട് ചേരാതെ കൊണ്ട് തൻ്റേതായിട്ടുള്ള ചില പദ്ധതി നടപ്പാക്കിക്കൊണ്ടുപോകുന്ന ചില തെറ്റായ ബന്ധങ്ങൾ അത് വലിയ ബന്ധനമാണ്. ഇങ്ങനെ അനേക തരത്തിലുള്ള ബന്ധനങ്ങളുണ്ട്. ചിലർക്ക് ചില ബന്ധനങ്ങളെന്ന് പറഞ്ഞാൽ നിരീശ്വരത്വത്തിൻ്റെ ബന്ധനമാകാം, പ്രത്യയശാസ്ത്രത്തിൻ്റെതാകാം, യുക്തിവാദത്തിൻ്റെയും ആകാം. ഇത്തരത്തിലുള്ള അനേകം മേഖലകളിൽ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന മക്കൾക്ക് വിമോചനം കൊടുക്കുവാൻ കർത്താവായ ഈശോ മിശിഹായെ പിതാവായ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഒരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച് ഞങ്ങളിൽ കുടികൊള്ളുന്ന പലതരത്തിലുള്ള ബന്ധനാവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് വിമോചനം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.